Good morning to all. Good morning. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. ഏത് ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരുന്നേ? Radiology and Imaging Service. ഓക്കെ, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസിൽ എവിടെ വരെ പഠിച്ചു? എവിടെ വരെയാ പഠിച്ചത്? Classification of radiologic work. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കില് നമ്മള് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പറഞ്ഞു അല്ലെ. ഇന്റർവെൻഷണൽ റേഡിയോളജി കംപ്ലീറ്റ് ആയിരുന്നോ? ഇന്റർവെൻഷണൽ റേഡിയോളജി കംപ്ലീറ്റ് ആയോ? ഓക്കെ, അതിലെ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയായിരുന്നു? അതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത്? Biopsy procedures. Cardiac catheterization. Angioplasty. ആൻജിയോഗ്രഫി അല്ലേ? ഈ 4 പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നോ? പറയൂ. ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ഇന്റർവെൻഷണൽ റേഡിയോളജിയില് ആൻജിയോഗ്രഫി പറഞ്ഞോളൂ. ആണോ? ഓക്കെ, അതെ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആൻജിയോഗ്രഫി എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ബയോപ്സി, കാർഡിയാക് കാത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. യെസ്, പറയൂ. അത് ഒന്ന് ബ്രീഫായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരോ? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേറാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്റർവെൻഷണൽ റേഡിയോളജി തുടങ്ങി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് റേഡിയോളജിക്കൽ വർക്കിനെ നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വർക്കിന്റെ ബേസിസിൽ റേഡിയോളജിയെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഡയഗ്നോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത് രോഗനിർണയം അല്ലെ, നിർണയിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? റേഡിയോളജിസ്റ്റുകള് ഇമേജിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള എക്സ്റേസും അൾട്രാസൗണ്ട് സ്കാനുകളും CT സ്കാൻ, MRI പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ബോഡിയിലുള്ള ഉടനീളം പരിശോധിച്ചതിന് ശേഷം അവർക്ക് എവിടെയാണോ ഡിസോർഡേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ അവർക്ക് ആ ഒരു രോഗത്തിന്റെ സാന്നിധ്യം ഉള്ളത്, അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത് ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഇവിടെ എന്താണ്? ഡയഗ്നോസിസ് നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നത് എന്താ? വലിയൊരു സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊന്നുമല്ല, എന്നാൽ പോലും ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ ദ്വാരങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ പോലും എന്താണ്? അവിടെ വലിയ രീതിയിലുള്ള സർജറീസോ കാര്യങ്ങളോ കാണുന്നില്ല. നെക്സ്റ്റ് നോക്കി, ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് ആൻജിയോഗ്രഫി വരുന്നുണ്ട്, ബയോപ്സി പ്രൊസീജിയർ വരുന്നുണ്ട്, കാർഡിയാക് കാത്തീറ്ററൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും വരുന്നുണ്ട്. അതിൽ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മുടെ ബോഡിയിലെ ഓരോ ബ്ലഡ് വെസൽസിനെയും ഇമേജ് എടുക്കുക അല്ലെങ്കിൽ ചിത്രം എടുക്കുന്നതിനെയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ അത്രയും മാത്രം പഠിച്ചാൽ മതി. എന്താണ് ആൻജിയോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ചോദിക്കാറുണ്ട്. എന്താണ് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആൻജിയോഗ്രഫി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ, ബ്ലഡ് വെസൽസിനുള്ളിലുള്ള ചിത്രങ്ങൾ എടുക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രൊസീജിയർ ആണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ബയോപ്സി പ്രൊസീജിയർ നമ്മൾ പ്രധാനമായിട്ടും ഏത് രോഗവുമായി ബന്ധപ്പെട്ടാ കേട്ടിട്ടുണ്ടാവുക? ഏത് രോഗവുമായി ബന്ധപ്പെട്ടാ നമ്മൾ ബയോപ്സി കേൾക്കാറ്? കേട്ടിട്ടുണ്ടോ? ബയോപ്സി എന്ന് പറയുന്ന പ്രൊസീജിയർ കേട്ടിട്ടുണ്ടോ പേര്? വെരി ഗുഡ്. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, ക്യാൻസറുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ കൂടുതലും ബയോപ്സി പ്രൊസീജിയറിനെ പറ്റി കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് മാത്രമല്ല മറ്റെന്ത്, നമുക്കിപ്പോ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗമുണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ടിഷ്യൂസിനെ സാമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യുന്നു. ആ ഏരിയയിലുള്ള ടിഷ്യൂസ് സാമ്പിൾ ആയിട്ട് കളക്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? പരിശോധനയ്ക്ക് അയക്കും അല്ലെ. അപ്പൊ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ അത് മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ചിട്ടാണ് പരിശോധനകൾ നടത്തുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു? റിസൾട്ട്, അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ടുകൾ നോക്കിയാൽ നമുക്ക് എന്താണ് ആ രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് സംശയം തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഏരിയയിലുള്ള ഏത് ഭാഗത്താണോ ആ ഒരു രോഗമുണ്ടെന്ന് തോന്നുന്ന മുഴകളോ, കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സംശയം തോന്നുന്നത് അല്ലെ. ഇപ്പൊ മുഴകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിട്ടുമാറാത്ത രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തെ ടിഷ്യൂസ് സാമ്പിൾ ആയിട്ട് ആ ഭാഗത്തെ ടിഷ്യൂസ് ആണ് എടുക്കുക. അതെന്ത് ചെയ്യുന്നു? മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ചിട്ട് പരിശോധനകൾ കഴിച്ചതിന് ശേഷം അതിൽ വഴി കിട്ടുന്ന റിസൾട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു രോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ളൊരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അല്ല എന്നുണ്ടെങ്കിലോ മറ്റു ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയ ഒരു രോഗം, ഇപ്പൊ മറ്റു ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോ ഇന്നൊരു രോഗം ഉണ്ടെന്ന് കണ്ടെത്തി, എന്നാൽ അതിനെ സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ കേട്ടിരിക്കുന്നത് കൂടുതലായിട്ടും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ബയോപ്സി പ്രൊസീജിയർ. അപ്പൊ ആ ടിഷ്യൂ സാമ്പിൾ എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ മൈനർ സർജറീസ് ഒക്കെ വഴി ആ ടിഷ്യൂ കളക്ട് ചെയ്യാം. ഉള്ളിലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ടിഷ്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ചെറിയ മൈനർ സർജറീസ് പോലെയുള്ള എന്താണ് ഓപ്പൺ ആയിട്ടുള്ള സർജറീസ് ചെയ്ത് മൈനർ സർജറീസ് ചെയ്ത് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സൂചി ഉപയോഗിച്ച് അല്ലെങ്കിൽ നീഡിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു അവിടെ നിന്നുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ സാമ്പിൾസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ബയോപ്സി പ്രൊസീജിയർ. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ ഒരു 4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് മേജർ പ്രൊസീജിയേഴ്സ് ഏതാണ് എന്നുള്ള പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗമുണ്ട് എന്നുള്ളത്, അതെ, ജീവനുള്ള ബോഡി എടുക്കുന്ന, ശരിയാണ്. അപ്പൊ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എന്നുള്ളത് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അതൊന്നില്ലെങ്കിൽ നീഡിൽസ് ഉപയോഗിച്ച് നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ മൈനർ സർജറീസ് ഉപയോഗിച്ചിട്ടും നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്യാം. ആ ഏരിയയിലുള്ള ടിഷ്യൂസിനെ നമ്മൾ സാമ്പിൾ ആയിട്ട് കളക്ട് ചെയ്തതിനു ശേഷം ആ സാമ്പിൾസ് എന്ത് ചെയ്യുന്നു? പരിശോധനയ്ക്ക് അയക്കുകയും അതുവഴി കിട്ടുന്ന റിസൾട്ട് കൊണ്ട് നമുക്ക് ഈ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, കാർഡിയാക് കത്തീറ്ററൈസേഷൻ. എന്താണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ? ആ കാർഡിയാക് എന്ന് പറയുന്ന ആ കാർഡിയാക് എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്ന് മനസ്സിലാക്കാലോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആൻജിയോഗ്രഫി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ എന്താണ് ബ്ലഡ് വെസൽസിൽ കൂടെ ചെറിയ പ്ലാസ്റ്റിക് ട്യൂബ്, വളരെ നാരോ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകൾ കടത്തിവിടുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു പ്ലാസ്റ്റിക് ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാ പറഞ്ഞത്? അതിന് ഓർമ്മയുണ്ടോ? പ്ലാസ്റ്റിക് ട്യൂബിന്റെ പേര്, ആ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടുന്നു നമ്മൾ പറഞ്ഞില്ലേ? അതിന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. കത്തീറ്റർ അല്ലെ, കത്തീറ്റർ ആണ് കടത്തിവിടുന്നത്. അപ്പൊ ആ ഒരു കത്തീറ്റർ എന്തിനു വേണ്ടിയിട്ട്? കത്തീറ്റർ അല്ലെങ്കിൽ ആ ഒരു കത്തീറ്റർ കടത്തിവിടുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ കത്തീറ്ററൈസേഷൻ എന്ന് പറയും. അത് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാത്ത് ലാബുകള്, അതായത് കത്തീറ്ററൈസേഷൻ ചെയ്യുന്ന ലബോറട്ടറികള്, അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട്
കാത്ത് ലാബുകൾ എന്ന് പറയുന്നു. ആ കാത്ത് ലാബുകളിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മറ്റ് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാത്ത് ലാബിലാണ് ഈ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷൻ പോലെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത്. ഇനി ഇവിടെ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഹാർട്ട് നല്ല പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ബ്ലഡ് നല്ല രീതിയിൽ ബ്ലഡ് ആ ഹാർട്ടിലേക്ക് എത്തുന്നുണ്ടോ, തിരിച്ച് മറ്റ് ബ്ലഡ് വെസൽസിലൂടെ അത് മറ്റ് ഓർഗൻസിലോട്ട് അല്ലെങ്കിൽ മറ്റ് ബോഡി പാർട്സിലോട്ടൊക്കെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാർട്ടിന്റെ ഫംഗ്ഷനെ എല്ലാത്തിനെയും വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് കാർഡിയോളജിസ്റ്റുകളായിരിക്കും. കാർഡിയോളജിസ്റ്റുകള് യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. കാർഡിയോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. കാത്ത് ലാബുകളിലാണ് ഇത് ചെയ്യുന്നത്. ഇതെന്താണ്? നമ്മൾ ഓൾറെഡി ആൻജിയോഗ്രഫി പറഞ്ഞതെല്ലാം കണക്റ്റഡ് ആണ്. ആൻജിയോഗ്രഫി കണക്റ്റഡ് ആണ്, കാർഡിയാക് കത്തീറ്ററൈസേഷൻ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഓരോന്നിനും ഓരോ ടേംസ് ആയിട്ട് പേര് കൊടുത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ കാർഡിയാക് കത്തീറ്ററൈസേഷനിലും ഇത് തന്നെയാണ്. എന്താണ്? ആദ്യം നമ്മൾ ആ ബ്ലഡ് വെസൽസിൽ കൂടെ കത്തീറ്റർ എന്ന് പറയുന്ന ചെറിയ പ്ലാസ്റ്റിക് ട്യൂബ്സ് കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ട് കഴിയുമ്പോൾ എന്താണ്? ആ പ്ലാസ്റ്റിക് ട്യൂബ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ അനായാസമായിട്ട് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ കത്തീറ്റർ കടന്നു പോകുന്ന വഴിയെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കത്തീറ്റർ ഏത് ഭാഗത്താണോ എത്തുന്നത് ആ ഭാഗത്ത് ചിലപ്പോൾ കത്തീറ്ററിന് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ എന്താണ്? അവിടെ എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര ബ്ലോക്കുകൾ ഉണ്ട്, ഓരോ ബ്ലഡ് വെസൽസിലും എത്ര ബ്ലോക്കുകളാണുള്ളതെന്ന് നമുക്ക് ഈ ഒരു കത്തീറ്ററൈസേഷൻ വഴി ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ആ ബ്ലോക്കുകളെ നമുക്ക് മാറ്റാനും സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാൽവുകളിൽ വരുന്ന തകരാറുകൾ, അതുപോലെ പേസ് മേക്കേഴ്സിൽ വരുന്ന തകരാറുകൾ ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ ഭാഗമായി തന്നെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും. ഇതൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആൻജിയോഗ്രഫി ആണെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇമേജിങ് എടുക്കുന്നു അല്ലെ? ബ്ലഡ് വെസൽസിന് ഇമേജുകൾ എടുക്കുന്നു. എന്തുപയോഗിച്ചിട്ടാണ് ഇമേജുകൾ എടുക്കുന്നത്? ഈ കത്തീറ്റർ എന്ന് പറയുന്ന ആ പ്ലാസ്റ്റിക് ട്യൂബ്സ് ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇമേജുകൾ എടുക്കുന്നത്. എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അത് ആൻജിയോഗ്രഫി ആണ്. അതായത് നമ്മൾ ചിത്രം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറ്റണ്ടേ? അപ്പൊ ആ ബ്ലോക്ക് മാറ്റാനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണമല്ലോ അവിടെ. അപ്പൊ ബ്ലോക്ക് എവിടെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ബ്ലോക്ക് മാറ്റണം. ആ ബ്ലോക്ക് മാറ്റുന്നതും ഈ ഒരുമിച്ച് നമുക്ക് ഈ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷനുള്ളിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എവിടെയാണ് എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് ആൻജിയോഗ്രഫി വഴി ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇതുപോലെ രണ്ടാമത് എന്ത് ചെയ്യുന്നു? ഈ ഒരു കത്തീറ്ററൈസേഷൻ അല്ലെങ്കിൽ കത്തീറ്റർ ബ്ലഡ് വെസൽസിലൂടെ കടത്തി വിടുന്നു. ആ കത്തീറ്റർ കടത്തി വിടുമ്പോൾ അതിന്റെ ടിപ്പിലായിട്ട് ഒരു നീഡിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ബലൂൺ പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. നമുക്ക് ബലൂണൊക്കെ ഇങ്ങനെ ഊതുമ്പോ വീർത്ത് വരില്ലേ? അപ്പൊ അതുപോലത്തെ ഒരു ഭാഗവും ഈ ഒരു കത്തീറ്ററിന്റെ ടിപ്പിലായിട്ട് ഉണ്ടാവും. ഈ ബലൂൺ പോലത്തെ ആ ഭാഗത്തിന് പുറത്തായിട്ട് ഒരു മെറ്റീരിയൽ, സ്റ്റീൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണ്, മെറ്റലിലായിട്ടുള്ള സ്പ്രിങ് പോലത്തെ ഒരു മെറ്റൽ ആണ്. അതിന്റെ വിളിക്കുന്ന പേരാണ് സ്റ്റെന്റുകൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്നു എന്നൊക്കെ. ആ സ്റ്റെന്റുകളാണ് ഈ ഒരു ബലൂൺ പോലത്തെ ആ ഒരു ഭാഗത്തിന് ഉള്ളിലായിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ഈ ഒരു കത്തീറ്റർ നമ്മൾ കടത്തി വിടുന്നു. അതിന്റെ ടിപ്പിലായിട്ട് ഒരു നീഡിലുണ്ട്. അതിന് അതുപോലെ ടിപ്പിന്റെ സൈഡിലായിട്ട് എന്തുണ്ട്? ഒരു ബലൂൺ പോലത്തെ വിരിക്കുന്ന ഒരു ഭാഗവും ഉണ്ട്. അതിന് മുകളിലായിട്ട് ഈ സ്പ്രിങ് പോലെയുള്ള മെറ്റലായിട്ടുള്ള സ്റ്റെന്റുകളും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ കടത്തി വിട്ടുകഴിയുമ്പോൾ എവിടെയാണോ ബ്ലോക്ക് വരുന്നത് ആ ഒരു ഏരിയ എത്തുമ്പോൾ എന്താണ്? ഈ കത്തീറ്ററിന്റെ എൻഡിലുള്ള ആ ബലൂൺ പോലെ വീർക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതിനെ വീർപ്പിക്കും. ആ ബലൂൺ പോലെ ഉള്ള ഭാഗം വീർപ്പിച്ചു കഴിയുമ്പോൾ ബ്ലോക്ക് വന്നിരുന്ന ബ്ലഡ് വെസൽസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അടങ്ങിയിരിക്കുകയായിരിക്കും അല്ലെ? വളരെ എന്താണ്? ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ലേ? വികസിച്ചിരുന്നാലല്ലേ ഈ ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് പോവുള്ളൂ. അപ്പൊ അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളിൽ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുക. അപ്പൊ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഈ കത്തീറ്ററിലെ ബലൂൺസ് എന്ത് ചെയ്യും? വീർക്കും. അതോടൊപ്പം തന്നെ ബലൂണിന് മുകളിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ സ്റ്റെന്റുകളും എന്ത് ചെയ്യും? ആ ബലൂൺ വീർക്കുന്നതിനോടൊപ്പം സ്റ്റെന്റുകളും വീർക്കും. അങ്ങനെ
സ്റ്റെന്റുകളും ഈ ബലൂൺസും വീർക്കുന്നതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസും എന്ത് ചെയ്യും, വികസിക്കും അല്ലെങ്കിൽ ഡൈലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സ്. അതുപോലെ ഡൈലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, സ്റ്റെന്റുകളും അതോടൊപ്പം ഡൈലേറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ ആ സ്റ്റെന്റുകൾ എന്ത് ചെയ്യും, തിരിച്ച് അവിടെ തന്നെ ആ ഒരു ഇൻടാക്ട് പൊസിഷനിലേക്ക് എങ്ങനെയാണോ അത് വികസിച്ച് നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ നിന്ന് പിന്നീട് ആ സ്റ്റെന്റുകൾക്ക് ചുരുങ്ങാനായിട്ട് പറ്റൂല. അപ്പം ആ ബലൂൺസ് എന്ത് ചെയ്യും, പക്ഷെ ആ ബലൂൺസ് നമ്മുടെ എന്ത് ചെയ്യുന്നു, ചുരുക്കുന്നു. എന്നാൽ ആ വികസിച്ച സ്റ്റെന്റുകളും അതോടൊപ്പം തന്നെ വികസിച്ച ആ ബ്ലഡ് വെസൽസും എന്ത് ചെയ്യും, അതേ പൊസിഷനിൽ വികസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് വീർത്തിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ നിലനിൽക്കുന്നു. അതാണ് എന്താ, സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ബ്ലോക്കുകൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ പ്രക്രിയ എന്താണ്? ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. ചിത്രം ബ്ലഡ് വെസൽസിനുള്ളിലെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് എവിടെയൊക്കെയാണ് ബ്ലോക്കുകൾ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ആൻജിയോഗ്രഫിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി വരുമ്പോഴോ അതൊരു ട്രീറ്റ്മെന്റ് ആയി മാറി അല്ലെ. അതായത് സ്റ്റെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ എന്താണ് കത്തീഡ്രലിലുള്ള ആ ബലൂൺസ് വീർക്കുന്നതോടൊപ്പം ഈ ബ്ലഡ് വെസൽസും വീർക്കുന്നു. അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസ് വീർക്കുന്നതിന് എന്താണ് സഹായിക്കുന്നത്, അവിടുത്തെ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്നു. അവിടെ ഈ കത്തീഡ്രലിന്റെ സഹായത്തോടു കൂടി അവിടെ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്നു. എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അവിടെ സ്റ്റെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ കാർഡിയക് കത്തീഡ്രലൈസേഷന്റെ ഭാഗമായിട്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവാൻ പാടില്ല, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസില് ഉള്ളില് എന്ത് ചെയ്യുന്നു, ബലൂൺസ് പോലെയുള്ള ഒരു ഭാഗം നമ്മൾ കത്തീഡ്രലിന്റെ ടിപ്പിലുണ്ടാവും. അത് വികസിക്കുമ്പോ എന്താണ്, അതോടൊപ്പം തന്നെ ബ്ലഡ് വെസൽസും ഡയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു. ആ ഒരു പ്രൊസീജിയറിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്നു അല്ലെ. ആ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്നതിന് ശേഷം ആ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് നമ്മൾ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്ന പ്രൊസീജിയറിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് 1, 2, 3 മാക്സിമം 3 ബ്ലോക്ക് വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ആൻജിയോപ്ലാസ്റ്റി വഴി മാക്സിമം 3 ബ്ലോക്കുകൾ വരെയാണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വഴി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഇനി 3-ൽ കൂടുതലായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. ഏത് ഓപ്പൺ സർജറിയാണ് അതിന് ഉപയോഗിക്കുന്നത് അറിയോ ആർക്കെങ്കിലും? ബ്ലോക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സർജറിയുടെ പേരെന്താ, കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? യെസ്, ബൈപ്പാസ് സർജറി അല്ലെ. ബൈപ്പാസ് സർജറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു ഓപ്പൺ പ്രൊസീജിയർ ആണ്. അപ്പൊ ബൈപ്പാസ് സർജറീസ് 3-ൽ കൂടുതൽ ബ്ലോക്കുകൾ ഉള്ളവർക്കാണ് നമ്മൾ ബൈപ്പാസ് സർജറീസ് ചെയ്യുന്നത്. എന്നാൽ 3 വരെയുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി ഒന്ന് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ സ്റ്റെന്റുകൾ സ്ഥാപിക്കുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മുൻപ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താണ് കാർഡിയക് കത്തീഡ്രലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഒക്കെ പറഞ്ഞത്. 4 പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞത്. ആൻജിയോഗ്രഫി പറഞ്ഞു, ബയോപ്സി പ്രൊസീജിയർ പറഞ്ഞു, കാർഡിയക് കത്തീഡ്രലൈസേഷൻ പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു. ഈ 4 പ്രൊസീജിയേഴ്സും എന്തിനുള്ളിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഇവിടെ വലിയ രീതിയിൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഡയഗ്നോസ് നടക്കുന്നുണ്ട് അല്ലെ, രോഗിയുടെ എന്താണ് നിർണയം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റുകളും നടക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വലിയ രീതിയിലുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ ഒന്നും അല്ല നടക്കുന്നത്. എന്നാൽ ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ട് വളരെ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ദ്വാരങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഈ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും പ്രൊസീജിയേഴ്സ് ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ മൂന്നാമത്തെയാണ് നമ്മുടെ 2 ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഏരിയ പറഞ്ഞു, ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയ പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ.
അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആണ് റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് ഓങ്കോളജി? ഓങ്കോളജി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഓങ്കോളജി ഈസ് വെരി ഗുഡ്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ എന്താണ് ഓങ്കോളജി എന്നൊന്ന് എഴുതി വെച്ചോ നോട്ടില്. ഓങ്കോളജി എന്താണെന്ന് എഴുതി വെച്ചോ അറിയാത്തവർക്കായിട്ട്. ഓങ്കോളജി is a branch of medicine. Oncology is a branch of medicine. Oncology is a branch of medicine that specializes in. Oncology is a branch of medicine that specializes in the diagnosis. That specializes in the diagnosis and treatment of cancer. Diagnosis and treatment of cancer. Oncology is a branch of medicine that specializes in the diagnosis and treatment of cancer. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു മെഡിസിനൽ ബ്രാഞ്ച് ആണ് അല്ലെ. ഒരു മെഡിസിനൽ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസറിന്റെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മെഡിസിനൽ ബ്രാഞ്ച് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഏത് രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളായിരിക്കും അപ്പൊ റേഡിയേഷൻ ഓങ്കോളജിയിൽ കൊടുക്കുക? ക്യാൻസറുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജിയിൽ എന്താന്ന് നോക്കിയേ. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസില് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റേഡിയേഷൻ അടിസ്ഥാനമാക്കിയുള്ള തെറാപ്പികൾ കൊടുക്കുന്ന ഒരു റേഡിയോളജി ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. എന്താണ് റേഡിയേഷൻ ഓങ്കോളജിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്? റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നു അല്ലെ. റേഡിയേഷൻ തെറാപ്പികൾ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം റേഡിയേഷൻ മൂലമുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഹൈ എനർജി റേഡിയേഷൻ utilized in the treatment destroys cancer cells and prevents them from proliferating. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് എങ്ങനത്തെ റേഡിയേഷൻ ആയിരിക്കും? ഹൈ എനർജി റേഡിയേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിക്കുന്നത്? യൂട്ടിലൈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്ട്രോയ്സ് ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് ഈ ഒരു ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പ്രിവെന്റ്സ് ദം ഫ്രം proliferating. എന്താണ് proliferating എന്നുള്ളതിന്റെ വേണ്ടിയിട്ട് മീനിങ്? വ്യാപനം. അപ്പൊ ക്യാൻസർ സെൽസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കാനും അതുപോലെ തന്നെ അതിന്റെ വ്യാപനം തടയാനുമായിട്ട് ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പികൾ ഇവർക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഇവയുടെ വ്യാപനം തടയാനും വേണ്ടിയിട്ടാണ് ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് തെറാപ്പീസ് കൊടുക്കുന്നത്. Next, this process can either regulate the problem or can cure it entirely. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ഈ തെറാപ്പികളൊക്കെ കൊടുക്കുന്നത് വഴി നമുക്ക് ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു രോഗത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? either റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിലോ can cure it entirely അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നും സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കും. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ആ ഒരു രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള റേഡിയേഷൻ തെറാപ്പികൾ കൊടുക്കുന്നത് വഴി. അല്ലാന്നുണ്ടെങ്കിലോ പൂർണ്ണമായിട്ടും ആ ഒരു രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ക്യാൻസർ രോഗികളില് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ കൊടുക്കുന്ന ഒരു ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുകയും അതുപോലെ അതിന്റെ വ്യാപനം തടയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് വഴി നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിലോ അതിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്നും സുഖപ്രാപ്തി ലഭിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് അപ്പൊ 3 ഏരിയാസ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം? താഴത്തെ നിലയിലായിരിക്കണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners.
എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ലൊക്കേഷൻ ആയി മാറിയത്? അതായത് സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് സങ്കീർണമായ ഉപകരണങ്ങൾ. അപ്പോൾ ഈ CT ആയിക്കോട്ടെ, MRI സ്കാനുകളായിക്കോട്ടെ, അതൊക്കെ സങ്കീർണമായ ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ ഹെവി ലോഡഡ് ആയിട്ട് അല്ലെ, വളരെ വെയിറ്റ് അല്ലെങ്കിൽ ഹെവി ലോഡഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് CT ആൻഡ് MRI സ്കാനേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സങ്കീർണമായ ഉപകരണങ്ങൾ കൃത്യമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നില തന്നെയാണ്. നെക്സ്റ്റ് നോക്കി, the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വാക്കിംഗ് പേഷ്യൻസ്, അതായത് നടപ്പ് രോഗികൾ, അവരെ മാത്രമല്ല പരിചരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല കെയർ കൊടുക്കുന്നത്, ബട്ട് ഓൾസോ എമർജൻസി പേഷ്യൻസ്. എമർജൻസി പേഷ്യൻസ് എങ്ങനെയായിരിക്കും? അവർക്ക് അൺഎബിൾ ടു വാക്ക് ആയിരിക്കും അല്ലെ, നടന്ന് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരാൻ പറ്റാത്തവരുണ്ടാവും. അല്ലാതെയാണെങ്കിലോ പെട്ടെന്ന് സ്കാനിങ്ങുകളൊക്കെ നടത്തി രോഗനിർണയം നടത്തി ഉടനെ തന്നെ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ലേ? അവർക്ക് എങ്ങനെയാണ് വളരെ സീരിയസ് ആയിട്ടുള്ളവരല്ലേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നടന്ന് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് സ്കാനുകളോ എക്സ്റേ ഒന്നും എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചിലർക്ക് എങ്ങനെയായിരിക്കും, ഉടനെ സ്കാനിങ്ങുകളൊക്കെ നടത്തി രോഗനിർണയം നടത്തി ഉടനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അല്ലാതെ വാക്കിംഗ് പേഷ്യൻസിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാവരുത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. Next, okay, should be easily reachable to OPD patients, inpatients and emergency department. എന്താണ് ആരൊക്കെയായിട്ട് പെട്ടെന്ന് റീച്ചബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്? OPD patients. ആരാണ് OPD patients? എന്താണ് OPD എന്ന് പറയുന്നത്? OPD ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിക്കുന്നതല്ലേ നിങ്ങൾ? OPD എന്താണ്? Yes, very good. Outpatient department അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകള്, ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഈസിലി റീച്ചബിൾ ആയിരിക്കണം, പെട്ടെന്ന് എന്താണ് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇടത്തായിരിക്കണം ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. And it should not be put between other departments. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയില് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കരുത്. എന്തുകൊണ്ടാണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ റേഡിയേഷൻസ് ആണ് അല്ലെ, ഇവിടെ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. അപ്പൊ റേഡിയേഷനുകൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വയ്ക്കരുത്. Next, okay, it should have some room for expansion at a later date. ഇനി പിന്നീട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്താണ് അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്പാൻഡ് വിപുലീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സ്പേസ് അവിടെ ഇട്ടിരിക്കണം. അപ്പൊ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്ന ആ സമയത്ത് തന്നെ ഇതിനുള്ള കുറച്ച് എക്സ്പാൻഷൻ പിന്നീട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് അല്ലെങ്കിൽ ചില റൂമുകളൊക്കെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പിന്നീട് എന്തെങ്കിലും വിപുലീകരണം നടത്തുകയാണെങ്കിൽ അതിനാവശ്യമായിട്ട് എന്താണ് ഓൾറെഡി സ്പേസ് അവിടെ ഇട്ടിരിക്കണം. കുറച്ച് റൂമുകൾ അവിടെ വെക്കന്റ് ആയിട്ട് ഇട്ടിരിക്കണം. ആൻഡ് ഫ്ലെക്സിബിലിറ്റി, വഴക്കം, എക്സ്പാൻഡബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിപുലീകരണം. അപ്ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നവീകരണം, അതായത് പുതിയതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുവരിക. റിക്വയർഡ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ബൈ സെറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എങ്ങനെയുള്ളതാണെന്ന് ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം, അത് ഫ്ലെക്സിബിൾ ആണോ, അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി, വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള രീതിയിലുള്ള സെറ്റിങ്ങുകളായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ലൊക്കേഷനിൽ പറഞ്ഞത്? എപ്പോഴും എവിടെയായിരിക്കണം അനുയോജ്യ
അനുയോജ്യമായ ലൊക്കേഷൻ എന്ന് പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞത്? CT ആൻഡ് MRI പോലെയുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് ഹെവി ലോഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ അവയൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ട് വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വാക്കിംഗ് പേഷ്യൻസ് അല്ലെങ്കിൽ നടപ്പ് രോഗികൾ മാത്രമല്ല കെയർ കൊടുക്കുന്നത്, മറിച്ച് എന്താണ് എമർജൻസി പേഷ്യൻസ് ആയിട്ടുള്ള എന്താണ് അവർക്ക് എന്താണ് അൺഎബിൾ ടു വാക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങുകൾ നടത്തി രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, അതുപോലെ തന്നെ OPD പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ആയിട്ട് ഈസിലി റീച്ചബിൾ ആയിട്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞ എന്താ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വഹിക്കരുത്. കാരണം എന്താ, റേഡിയേഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ റേഡിയേഷൻസ് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വഹിക്കരുത്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഇനി അവിടെ എന്താണ് ഒരു കുറച്ച് റൂമുകൾ ഓൾറെഡി എന്ത് ചെയ്യും, വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, പിന്നീട് എപ്പോഴെങ്കിലും ഒരു വിപുലീകരണം അല്ലെങ്കിൽ എക്സ്പാൻഡബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് എപ്പോഴും അവിടെ എന്തിരിക്കണം, സ്പേസ് വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കണം. ലാസ്റ്റ് പറഞ്ഞ എന്താ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് ഫ്ലെക്സിബിൾ ആണോ, അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി വിപുലീകരിക്കാൻ പറ്റുന്നതാണോ, അതുപോലെ പുതിയതായിട്ടുള്ള സൗകര്യങ്ങൾ അതായത് നവീകരണങ്ങൾ പുതിയതായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് അത് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെ സ്പേസുകളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് നോക്കി. ഫസ്റ്റ് പോയിന്റ്, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം. അല്ലെ, നമുക്കറിയാം നമ്മളെ എക്സ്റേസോ സ്കാനിങ്ങോ ഒക്കെ എടുക്കാൻ പോയി അവിടെ ഒരു റിസപ്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ കണ്ടിട്ടില്ലേ? നമ്മൾ ചെല്ലും, ഏത് ഡോക്ടറുടെ ആണോ റെഫറൻസ് ഉള്ളത് ആ ഒരു ചീട്ടൊക്കെ മേടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ അഡ്രസ്സ് അതുപോലെ നമ്മുടെ പേര്, അഡ്രസ്സ്, ഏതാണ് സ്കാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്റേ ആണോ ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനും അതുപോലെ ഓരോരുത്തരുടെയും പേര് രജിസ്റ്റർ ചെയ്യാനും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എന്താണ് പിന്നീടുള്ള അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മള് എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യാൻ പോകുമ്പോ അങ്ങനെ ഒരു കുറച്ച് 2-3 പേര് അതെ ഫോംസ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് നമ്മുടെ ഓരോരുത്തരും വന്നതിന്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് ആ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു രജിസ്ട്രേഷൻ ആൻഡ് റിസപ്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടതായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. അല്ലെ, വെയിറ്റിംഗ് റൂം ഉണ്ടാവൂലേ? ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് വെയിറ്റിംഗ് റൂം നമ്മുടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആരാണ് കൂടെ വരുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് വെയിറ്റിംഗ് റൂമുകൾ വേണം. അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ഒരു സ്പേസ് ആണ്. മൂന്നാമത്തേതായി നോക്കി, സെക്രട്ടറി ഓഫ് ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. എന്താണ്, ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്സ് ഏരിയ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ റിപ്പോർട്ടുകൾ ഈ ഓരോ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്സ് ഏരിയയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ്. ലാസ്റ്റ് വൺ ആണ് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആരാണ് റേഡിയോളജിസ്റ്റ്? പറഞ്ഞതല്ലേ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞതല്ലേ ആരാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്? അറിയില്ല? ആരാണ് റേഡിയോളജിസ്റ്റ്? ആരാണ്? റേഡിയേഷൻ ചെയ്യുന്നവരാണ്. അവരെങ്ങനെയുള്ളവരാണ്? അവർ ടെക്നീഷ്യൻസ് ആണോ അത് ഡോക്ടേഴ്സ് ആണോ? ടെക്നീഷ്യൻസ് ആണോ അത് ഡോക്ടേഴ്സ് ആണോ? ടെക്നീഷ്യൻസ് ആണോ?
റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ടെക്നീഷ്യൻസ് അല്ല, അവർ ഡോക്ടേഴ്സ് ആണ് കേട്ടോ, മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മളിപ്പോ ഒരു സ്കാനിങ് എക്സ്റേ ഒക്കെ പോയിട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഡോക്ടേഴ്സ് അല്ലേ നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പൊ സ്കാനിങ്ങുകളൊക്കെ നടത്തുന്നത് ആരാണ്? റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഒരു ഓഫീസ് എക്സ്റേ റൂമുമായി ബന്ധപ്പെട്ട് വേണം. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഒരു എക്സ്റേയോ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടെ ഒരു റിപ്പോർട്ട് ഉണ്ടാവില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു റിപ്പോർട്ട് തരുന്നത്? എന്തൊക്കെയാണ്, ചിലപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള രീതി തരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ സൈൻ ചെയ്തിട്ടുണ്ടാവൂലേ? റേഡിയോളജിസ്റ്റുകള് സൈൻ ചെയ്യില്ലേ? ആ ഒരു റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യുന്നത് ടെക്നിക്കൽസ് എന്ന് പറയുന്ന റേഡിയോഗ്രാഫേഴ്സ് ആണ് കേട്ടോ. റേഡിയോഗ്രാഫേഴ്സ് ആണ് ടെക്നീഷ്യൻസ് എന്നറിയപ്പെടുന്നത്. റേഡിയോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് ഈ ഒരു എക്സ്റേ റൂമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ നിയർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. അതുപോലെ ഇപ്പൊ ഈ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അതിനെ ഫിലിംസിനെ ചാർട്ട് ചെയ്യാനും അതുപോലെ അത് വ്യൂ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി നൽകാനുമായിട്ട് റേഡിയോളജിസ്റ്റ് ഓഫീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം. അപ്പൊ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ് വേണ്ടത് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം. റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന റിപ്പോർട്ട്സുകളെ കളക്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ക്ലർക്സ് അല്ലെങ്കിൽ സെക്രട്ടറി റൂം ഉണ്ടായിരിക്കണം, ഏരിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഒരു റേഡിയോളജിസ്റ്റിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. എക്സ്റേ റൂംസുമായി ബന്ധപ്പെട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഉണ്ടായിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ് ചാർട്ട് ചെയ്യാനും അത് വ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് അതിന്റെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാനും ആ റിപ്പോർട്ടുകൾ സൈൻ ചെയ്ത് നൽകാനായിട്ടൊക്കെ എന്ത് ചെയ്യണം? ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ഇത്രയും ഫിസിക്കൽ ഫെസിലിറ്റീസ് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ്. നെക്സ്റ്റ് ആണ് റേഡിയേഷൻ റിസ്കുകൾ അല്ലെ. റേഡിയേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് അപകട സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ റേഡിയേഷൻ റിസ്കുകൾ എന്താണ്? എന്തൊക്കെയാണ് അപകട സാധ്യതകൾ വരുന്നത് നോക്കി. രണ്ട് റേഡിയേഷൻ റിസ്കില് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സിവിയർ എഫക്ട്, സെക്കൻഡ് വൺ ആണ് ക്രോണിക് എഫക്ട്. അപ്പൊ സിവിയർ എഫക്ട് നോക്കി. സിവിയർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. ഈ സിവിയർ എഫക്ട് വരുന്നത് എങ്ങനെയാണ്? ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു ഹെവി ഡോസ് അല്ലെങ്കിൽ വലിയ ഡോസ് കിട്ടുന്നത് മൂലം ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് സിവിയർ എഫക്ട് എന്ന് പറയുന്നത്. ഇതാണ് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. വളരെ കുറഞ്ഞ സമയമാണ് അവിടെ എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും എന്താണ് അവിടെ ലഭിക്കുന്ന ആ ഒരു ഡോസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? വലിയ ഡോസ് ആണ് കൊടുക്കുന്നത്, പക്ഷെ എങ്ങനെയാണ്? ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിനുള്ളിൽ തന്നെ ഒരു ഹെവി ഡോസ് അല്ലെങ്കിൽ വലിയ ഡോസ് ഓഫ് റേഡിയേഷൻ കിട്ടുന്നത് മൂലം ഉണ്ടാക്കുന്ന എഫക്റ്റുകളാണ് സിവിയർ എഫക്റ്റിൽ വരുന്നത്. നോക്കിയ ഫസ്റ്റ് വൺ സെറിബ്രൽ അല്ലെങ്കിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് നോക്കിയേ. കൺവൽഷൻസ്. എന്താണ് കൺവൽഷൻസ് എന്ന് പറയുന്നത്? ഷിവറിങ് അല്ലെങ്കിൽ വിറയൽ ഉണ്ടാവാറില്ലേ, അങ്ങനത്തെ അതാണ് ഷിവറിങ് അല്ലെങ്കിൽ കൺവൽഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. എന്താണ്? കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. ഹെഡേക്ക് എന്താ? തലവേദന അല്ലെ. അപ്പൊ നമ്മുടെ സെറിബ്രൽ അല്ലെങ്കിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് വരുന്ന എഫക്റ്റ് ആണ് എന്തൊക്കെയാണ്? കൺവൽഷൻസ് അല്ലെങ്കിൽ ഷിവറിങ്ങുകൾ ഉണ്ടാവുന്നുണ്ട്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ഹെഡേക്കുകളും ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗ്യാസ്ട്രിക്. എന്താണ് ഗ്യാസ്ട്രിക്? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഒരു ഗ്യാസ്ട്രിക്കിൽ നോക്കി. നോസിയ എന്താണ്? ഓക്കാനം. വൊമിറ്റിംഗ് എന്താണ്? ഛർദി അല്ലെ. ഛർദി ഉണ്ടാവാറുണ്ട് ചിലർക്ക്, ഓക്കാനം പോലെ തോന്നാറുണ്ട്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമനില് ലോക്കലൈസ്ഡ് പെയിൻ, അതായത് നമ്മുടെ അടിവയറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് വേദനകൾ തോന്നാറുണ്ട്. അതാണ് ഗ്യാസ്ട്രിക്കിൽ വരുന്നത്. നോസിയ എന്താണ്? ഓക്കാനം. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഛർദി. then localized pain in the abdomen. അബ്ഡോമനിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ തോന്നുന്ന പെയിൻ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. നെക്സ്റ്റ് ആണ് ബ്ലഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന സിവിയർ എഫക്റ്റുകൾ വരുന്നത് നോക്കിയേ. അനീമിയ, വിളർച്ച ഉണ്ടാവാറുണ്ട് ചിലർക്ക്. അതുപോലെ ബോൺ മാരോ ഡിപ്രഷൻ, അല്ലെ നമ്മൾ ഓൾറെഡി ബോൺ മാരോ ഡിപ്രഷൻ ബ്ലഡ് ബാങ്ക് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ് ബ്ലഡ് ബാങ്ക് ചാപ്റ്ററിലെ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിമജ്ജ വിഷാദം, അല്ലെ? അതായത് അസ്ഥിമജ്ജയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കുറയുന്ന അവസ്ഥയാണ് അസ്ഥിമജ്ജ വിഷാദം എന്ന് പറയുന്നത്. അപ്പൊ ബോൺ മാരോ ഡിപ്രഷൻ അതുപോലെ അനീമിയൊക്കെ ബ്ലഡുമായി ബന്ധപ്പെട്ട് സിവിയർ എഫക്റ്റിൽ വരുന്നതാണ്. സിവിയർ എഫക്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സിവിയർ എഫക്ട് വരുന്നത്? ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിൽ തന്നെ ഒരു ഹെവി ഡോസ് അല്ലെങ്കിൽ വലിയ ഡോസ് ഓഫ് റേഡിയേഷൻ കിട്ടുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. എല്ലാ പേഷ്യൻസിനും ഇങ്ങനെയുള്ള, എല്ലാവർക്കും ഈ ഒരു റേഡിയേഷൻ ഏറ്റത് കൊണ്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാവർക്കും സിമിലർ ആയിരിക്കണമെന്നില്ല കേട്ടോ. ചിലർക്ക് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഒന്നും ഉണ്ടാകുന്നില്ല. ചിലവർക്ക് എന്തായിരിക്കും ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് ഇങ്ങനെ വോമിറ്റിംഗ് തോന്നാറുണ്ട്, ചിലർക്ക് എന്താണ് ഷിവറിങ് പോലെ തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു MRI ഒക്കെ എടുക്കുമ്പോ MRI ചെയ്തവരോ അല്ലെങ്കിൽ MRIയുടെ CT ഒക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? MRIയോ അല്ലെങ്കിൽ CT സ്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയോ? ആരെങ്കിലും ഉണ്ട്? ഓക്കെ. അപ്പൊ നിങ്ങൾ MRI ചെയ്തപ്പോ അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവർക്ക് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ നിഷ എന്ന് പറഞ്ഞ് MRI എങ്ങനെയായിരുന്നു ചെയ്തപ്പോ? ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? വളരെ വലിയൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? ആ ഒരു അതെ ശബ്ദം ഉണ്ടാവും അല്ലെ? ആ ഒരു സൗണ്ട് ഉണ്ടാവും ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ നമ്മൾ എന്താണ്, നമുക്കൊരു ഭയം ഉണ്ടാവില്ലേ? ചിലർക്ക് ആ പേടി മൂലം എന്തുണ്ടാവാറുണ്ട്? ഇങ്ങനെയുള്ള ഷിവറിങ്ങുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഹെഡേക്കോ ആ ഒരു സൗണ്ട് കേൾക്കുന്നത് വഴി നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തോന്നും. അതുപോലെ ചിലർക്ക് ഈ ഒരു പ്രൊസീജിയേഴ്സ് ചിലർക്ക് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് വഴി എന്താണ് ചിലപ്പോ നോസിയ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് തോന്നാറുണ്ട് അല്ലെ? ചിലർക്ക് അതുപോലെ ഓക്കാനം തോന്നാറുണ്ട്. എന്താണ് എവിടെയെങ്കിലുമൊക്കെ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ കുറഞ്ഞ അളവിലുള്ള ഒരു കുറഞ്ഞ സമയത്തുള്ള ഒരു ഹെവി ഡോസ് കിട്ടുന്നത് വഴി നമുക്ക് ഇങ്ങനെയുള്ള ചില സിവിയർ എഫക്റ്റുകൾ അല്ലെങ്കിൽ ചില എഫക്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് നോക്കി ക്രോണിക് എഫക്ട്. ക്രോണിക് എഫക്ട് ഓയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ് ഷോർട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള എന്താണ് റേഡിയേഷൻസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ പോലും അത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് ആണ്. നിരന്തരമായിട്ടുള്ള എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു എന്താണ് ഷോർട്ട് എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സിവിയർ എഫക്റ്റിൽ നമ്മൾ പറഞ്ഞ എന്താണ്? അവിടെ ഒരു ഹെവി ഡോസിങ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം ആണ്. വളരെ കുറഞ്ഞ ടൈമിൽ ഒരു ഹെവി ഡോസ് കിട്ടുന്നു. ഇവിടെ ക്രോണിക് എഫക്റ്റിൽ വരുമ്പോ നേരെ തിരിച്ചാണ്. ഷോർട്ട് എക്സ്പോഷേഴ്സ് ആണ് കിട്ടുന്നത്. പക്ഷെ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, അത് നിരന്തരമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു ക്യാൻസർ പേഷ്യന്റിനെ ആലോചിച്ചാൽ മതി. അവർക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഒരു പ്രാവശ്യം ഒന്നും മാത്രം റേഡിയേഷൻ ചെയ്തുകൊണ്ട് കാര്യമാവില്ല. അപ്പൊ അവരെന്താണ് കുറച്ചധികം നാളുകള് കുറച്ചധികം നാളുകൾ ഈ ഒരു ഷോർട്ട് എക്സ്പോഷർ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ അതുവഴി അവർക്ക് എന്താണ് കുറച്ച് എഫക്റ്റുകൾ, സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ക്രോണിക് എഫക്ട് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്തതായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കേട്ടോ. അതിൽ സ്കിന്നുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയാണ് നോക്കി? ഹെയർ ലോസ് ഉണ്ടാവില്ലേ? ക്യാൻസർ പേഷ്യൻസ് റേഡിയേഷൻസ് തെറാപ്പികൾ കീമോതെറാപ്പികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ കാണാറില്ലേ? ഹെയർ ലോസ്. അതുപോലെ ബ്രിട്ടിൽ നെയിൽസ്. എന്താണ് ബ്രിട്ടിൽ നെയിൽസ്? നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതാണ് ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറയുന്നത്. അത് ചിലവരിൽ ഉണ്ടാവാറുണ്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഉണ്ടാവും? അനീമിയ, വിളർച്ച ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ടാവാറുണ്ട്. വരുന്ന എന്താണ്? കെട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിരം അല്ലെ? തിമിരം നമ്മുടെ ശരിക്കും എപ്പോഴും തിമിരം ആർക്കൊക്കെയാണ് കാണാറുള്ളത്? തിമിരം
ആർക്കാ കാണാറുള്ളത്? നമ്മൾ പ്രായമായവരിലാണ് കൂടുതലും തിമിരം കാണാറുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ക്രോണിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പോഷറുമായി റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എക്സ്പോഷറുമായി ബന്ധപ്പെട്ടിട്ട് കെട്രാക്ട് അല്ലെങ്കിൽ തിമിരം ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയുള്ള ചാൻസുകൾ ഉണ്ടെന്ന് എന്താണ്? ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന ലെൻസ് അല്ലെങ്കിൽ അതാര്യമാകുന്ന ഒരു അവസ്ഥയാണ് കെട്രാക്ട്. നമുക്ക് ആ ട്രീറ്റ്മെന്റ് എന്തിനു വേണം? അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എന്ത് വേണം? ചില സർജറീസോ കാര്യങ്ങളോ ഒക്കെ നടത്തിയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മറ്റു പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സ്റ്റെറിലിറ്റി, വന്ധ്യത ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒബെസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം, ക്യാൻസർ പോലെയുള്ള മറ്റു ക്യാൻസർ, ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസറുകളും ഉണ്ടാകാറുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ക്രോണിക് എഫക്റ്റിൽ വരുന്നത്? വിട്ടുമാറാത്ത ഒരു അവസ്ഥയാണ് ഇത് കേട്ടോ, ക്രോണിക് എഫക്റ്റ്. എന്നാൽ സിവിയർ എഫക്റ്റ് നോക്കി അവിടെ വന്നിരിക്കുന്ന എല്ലാ സിംറ്റംസ് അല്ലെങ്കിൽ എല്ലാ സൈഡ് എഫക്റ്റും നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അതിനെ ക്ലിയർ ചെയ്ത് വിടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ ഷിവറിങ്ങോ കാര്യങ്ങളോ ഒരു 3-4-5 ദിവസമൊന്നും നമുക്ക് നീണ്ടിരിക്കില്ല അല്ലെ, കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം അല്ലെ. അത് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും. അതുപോലെ നോസിയ ആയിക്കോട്ടെ, വോമിറ്റിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് പ്രോബ്ലംസിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ക്രോണിക് എഫക്റ്റ് നിങ്ങൾ നോക്കി, ക്രോണിക് എഫക്റ്റിൽ വരുമ്പോൾ ഹെയർ ലോസ് ആയിക്കോട്ടെ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ഇല്ല. അതുപോലെ തന്നെയാണ് അനീമിയ ആയിക്കോട്ടെ, ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ട്രീറ്റ്മെന്റുകൾ എടുത്താൽ എത്രയോ നാളുകൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതൊരു വിട്ടുമാറാത്ത അവസ്ഥയാണ്. അതുപോലെ കട്രാക്ട് ആയിക്കോട്ടെ, സ്റ്റെറിലിറ്റി ആയിക്കോട്ടെ, ഉടനെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് നമുക്ക് അതിനൊരു കാര്യമാവില്ല. കുറച്ച് നാളെ നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രോസസ്, ഈ ഒരു സൈഡ് എഫക്റ്റിൽ നിന്നും നമുക്ക് വിട്ടുമാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതാണ്. എന്താണ്? സെവറൽ എഫക്റ്റിലാണെങ്കിലും സിവിയർ എഫക്റ്റിലാണെങ്കിലും ക്രോണിക് എഫക്റ്റിലാണെങ്കിലും രണ്ടും രണ്ടാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് എന്താണ്? റെഗുലേറ്ററി ബോഡി. ഇത്രയും ക്ലിയർ ആയോ? സിവിയർ എഫക്റ്റ് ആൻഡ് ക്രോണിക് എഫക്റ്റ്. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഷിവറിംഗ് അല്ലെങ്കിൽ വിറയൽ എന്നുള്ളതാണ് കേട്ടോ. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഷിവറിംഗ് അല്ലെങ്കിൽ വിറയൽ. അപ്പൊ സെവറൽ എഫക്റ്റും ഉണ്ട്, ക്രോണിക് എഫക്റ്റും ഉണ്ട്. ഇത് എല്ലാവർക്കും സെയിം ആവണം എന്നില്ല. നമ്മളാണെങ്കിലും ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ചിലർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവണം എന്നില്ല അല്ലെ. എല്ലാവർക്കും സെയിം ആവണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഡിയേഷനുമായിട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ എന്താണ്? ഹെവി ഡോസിൽ വരുന്നവർക്ക്, ഡോസ് കിട്ടുന്നവർക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷോർട്ട് എക്സ്പോഷർ ഇതുമായി സമ്പർക്കത്തിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ആവാം ഈ ഒരു എഫക്ട് കേട്ടോ. അവിടെ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ കൂടി ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് എടുത്ത് കുറച്ച് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും ചോദിക്കാറുണ്ട്. അതിനുള്ളിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളതാണ് ചോദിക്കാറുണ്ട്. അതുപോലെ സിവിയർ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? ഹെവി ഡോസിൽ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം ആണ്. ക്രോണിക് എഫക്റ്റ് ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ ആണ്. അത് രണ്ടും അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ അതിന് കീഴിൽ വരുന്ന ഓരോന്നിനും എന്താണ് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. സിവിയർ എഫക്റ്റിന് എക്സാമ്പിൾ അല്ലെങ്കിൽ സിവിയർ എഫക്റ്റിൽ വരുന്ന മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ ക്രോണിക് എഫക്റ്റിൽ വരുന്ന മേജർ സൈഡ് എഫക്ട്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റേഡിയേഷൻ റിസ്കുകളുള്ള സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും മനസ്സിലായോ? ഇപ്പൊ ഒരു മെസ്സേജ് കണ്ടിരുന്നു, എന്താണ്? ക്രോണിക് എഫക്റ്റ് തന്നെയാണോ കീമോതെറാപ്പി എന്ന് പറയുന്നത്? കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും രണ്ടാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. ഇനി കീമോ എന്ന് പറയുമ്പോൾ എന്താ? കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നു. രണ്ടും രണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പൊ റേഡിയേഷൻ റിസ്കുകൾ മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ റെഗുലേറ്ററി ബോഡി വരെ നോക്കാം. റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്ററി ബോഡി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. AERB എന്താണെന്ന് ചോദിക്കാറുണ്ട്. കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB എന്ന് പറയുന്നത് ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഇത് നിയന്ത്രണ ബോർഡാണ്. നമ്മുടെ ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആരുടെ കീഴിൽ വരുന്നതാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് AERB എന്ന് പറയുന്നത്. ഈസ് ദ പ്രൊഫഷൻ അതോറിറ്റി. ഇതൊരു വിദഗ്ധ
അതോറിറ്റിയാണ് ആസ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാൻഡിങ്. ഗ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാൻഡിങ്? അനുമതിയൊക്കെ നൽകല് അല്ലെ? അപ്പൊ അനുമതി നൽകുക, റിന്യൂവല് പുതുക്കുക, അനുമതി നൽകിയത് പുതുക്കല്, വിഡ്രോവല് പിൻവലിക്കല്, ആൻഡ് റിവോക്കേഷൻ കൺസേൺസ് അസാധുവാക്കല്, അനുമതി നൽകിയതിനെ അസാധുവാക്കല്. ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ് ആണവ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള അനുമതി നൽകലാവാം, പുതുക്കലാവാം, അല്ലെങ്കിൽ പിൻവലിക്കലാവാം, അല്ലെങ്കിൽ അനുമതി നൽകിയിരിക്കുന്നതിനെ അസാധുവാക്കുന്നതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു റെഗുലേറ്ററി ബോർഡാണ് AERB എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഏറ്റവും ഉയർന്ന ഒരു റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്നത് ആരാണ്? AERB ആണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. ഈ AERB-യുടെ കീഴിലാണ് ഇപ്പൊ നമ്മുടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളോ ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും അനുമതി വാങ്ങേണ്ടതും അല്ലെങ്കിൽ ഉള്ള അനുമതി പുതുക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു അനുമതി ഇവർക്ക് നൽകിയിട്ടുള്ളത് നല്ല രീതിയിലല്ല അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പിൻവലിക്കാനും അസാധുവാക്കാനും ആർക്കായിരിക്കും അധികാരം ഉണ്ടായിരിക്കുക? ഈ AERB എന്ന് പറയുന്ന ആ റെഗുലേറ്ററി ബോഡിക്കായിരിക്കും അധികാരം ഉണ്ടായിരിക്കുക. ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. AERB-യുടെ ഫുൾ ഫോംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഇവിടെ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ് ആണവ റേഡിയേഷൻ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊരു പുതിയ ഫെസിലിറ്റീസും നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് ആരിൽ നിന്ന് പെർമിഷൻ എടുത്തിരിക്കണം? ഈ AERB അല്ലെങ്കിൽ AERB എന്ന് പറയുന്ന റെഗുലേറ്ററി ബോർഡിൽ നിന്നും പെർമിഷൻ എടുത്ത് അതിന്റെ ഗ്രാന്റിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ പുതിയ ഗ്രാന്റിൽ കിട്ടിയതാണെങ്കിൽ അതിന്റെ കാലാകാലങ്ങളിൽ അത് പുതുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നല്ല രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാം? അനുമതി നൽകിയത് പിൻവലിക്കാനോ അസാധുവാക്കാനുള്ള ഒരു അതോറിറ്റിയും ആര് തന്നെയാണ്? AERB ആണ്. റെഗുലേറ്ററി ബോഡി എന്താണെന്ന് മനസ്സിലായോ? AERB എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഇന്നെടുത്ത വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇന്നെടുത്ത ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കി. നമ്മള് ഇന്റർവെൻഷണൽ റേഡിയോളജിയിലെ ബയോപ്സി തുടങ്ങിയാണ് പറഞ്ഞത്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്ക് വായിച്ചു നോക്കിയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഡയഗ്നോസ്റ്റിക് ഏരിയ ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഏരിയ ഒന്ന് നോക്കി.
ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ഏരിയ അവിടെ എവിടെയാണ് റേഡിയോളജി റൂമുകൾ അല്ലെ, ഇവിടെ റേഡിയോളജി റൂമുകളിലാണ് ആ ഒരു രോഗനിർണയം നടത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ആ ഒരു ഏരിയയാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയ റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് സോ ദാറ്റ് പീപ്പിൾ cannot come 1 meter of its outside walls. ഇപ്പൊ നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമോ, നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ വലിയ ഒരു ഹെഡിങ്ങിനൊക്കെ എഴുതി വെച്ചിട്ട് ഒരു വലിയൊരു ഡോറൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഡോർ നമ്മൾ തുറന്നു കഴിയുമ്പോൾ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് അങ്ങോട്ട് കയറുന്നത്? അല്ലല്ലോ, അതിനുള്ളിലായിട്ട് കുറെ അധികം വേറെ റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം അതിന് അറ്റത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ഉള്ളിലായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ റേഡിയോളജി റൂമുകളും അങ്ങനെ തന്നെയാണ്. ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ആ പുറത്തെ ഔട്ട്സൈഡ് വാൾസ്, അതാണ് പറയുന്നത്, ആ ഒരു പുറത്തെ ഭിത്തി അല്ലെങ്കിൽ ഔട്ട്സൈഡ് വാളിനുള്ളിൽ നിന്നും 1 മീറ്റർ മാറി, ഉള്ളിലേക്ക് 1 മീറ്റർ മാറിയായിരിക്കണം ഈ റേഡിയോളജി റൂമുകൾ. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സെക്ലൂഡഡ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടിരിക്കുക. അപ്പൊ ആ ഒരു റേഡിയോളജി റൂമുകൾ എപ്പോഴും എങ്ങനെയാണ്? ഔട്ട്സൈഡ് വാൾ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ തുടങ്ങുന്ന ആ ഒരു ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകത്തേക്ക് മാറിയായിരിക്കണം ഈ റേഡിയോളജി റൂമുകൾ സ്ഥാപിക്കേണ്ടത്. ആ ഒരു റേഡിയോളജി റൂം എന്ന് പറഞ്ഞാൽ അതിനുള്ളിലാണ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ അത് ഒറ്റപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ എന്താണ്? സെക്ലൂഡഡ് ആയിട്ട് മാറ്റി ഒറ്റപ്പെട്ടായിരിക്കണം ആ ഒരു റേഡിയോളജി റൂമുകൾ വയ്ക്കേണ്ടത്. നെക്സ്റ്റ് നോക്കി, ദ വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ലെസൻ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ റേഡിയോളജി റൂമില് വിൻഡോസ് പാടില്ല അല്ലെങ്കിൽ വിൻഡോസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ആ നിയർ ബൈ ഏരിയാസ്, ഈ റേഡിയോളജി റൂമുമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള ആ ഏരിയാസിലെ അവിടേക്ക് റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? നുഴഞ്ഞിറങ്ങുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ചുറ്റും ആ റേഡിയോളജി റൂമിന്റെ ചുറ്റുമുള്ള ആ ഒരു ഏരിയയിലേക്ക് റേഡിയേഷൻസ് കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് ഈ റേഡിയോളജി റൂമുകളിൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, ഓൾ വാൾസ് ആൻഡ് ഡോർസ് ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഇനി അവിടുത്തെ വാൾസും ഡോർസും അവിടുത്തെ ഭിത്തികളും അതുപോലെ വാതിലുകളും എല്ലാം എങ്ങനെയായിരിക്കാം? ഗുഡ് ക്വാളിറ്റി പെയിന്റുകൾ ഉപയോഗിച്ചിട്ട് വാഷബിൾ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി വാഷബിൾ ആയിട്ടുള്ള പെയിന്റുകൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കി, ആസ് പെർ ടു BARC. എന്താണ് BARC? ബാബ അറ്റോമിക് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ടത് മുംബൈയിലുള്ള ഒരു സ്ഥാപനമാണ്. ബാബ അറ്റോമിക് റിസർച്ച് ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. അപ്പൊ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റേഡിയോളജി റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് 9 ഇഞ്ചസ് തിക്ക് ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ 14 ഇഞ്ചസ് തിക്കുള്ള ബ്രിക്ക് മേസണറി വാൾസ്. എന്താണ് ബ്രിക്ക് മേസണറി വാൾസ്? കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളാവാം. ഒന്നില്ലെങ്കിൽ 9 ഇഞ്ചസ് തിക്കുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 14 ഇഞ്ച് തിക്നെസ് ഉള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളായിരിക്കും BARC അല്ലെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയുടെ റേഡിയോളജി റൂമുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിയാൽ കീപ് മിനിമം ഫർണിച്ചർ, വളരെ കുറച്ച് ഫർണിച്ചറുകൾ മാത്രമേ ആ ഒരു റൂമിൽ പാടുള്ളൂ. അതുപോലെ വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. എന്താണ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് എന്ന് പറഞ്ഞാൽ? എക്സോസ്റ്റുകൾ പോലെ, ലോക്കൽ എക്സോസ്റ്റുകൾ പോലെയുള്ള വെന്റിലേഷൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് അപകടമായിട്ടുള്ള പുകകളോ പൊടികളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി, കാരണം നമ്മളിവിടെ വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? മറ്റെന്തെങ്കിലും രീതിയിലുള്ള പുകകളോ പൊടികളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പുറത്തേക്ക് വിടാനായിട്ട് വെന്റിലേഷൻസ് ഇതിനു വേണ്ടി എക്സോസ്റ്റ് പോലെയുള്ള വെന്റിലേഷൻ ഫ്യൂമോഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കി, ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻസ് ഇൻ ദ കോർണർ സോ ദാറ്റ് there is enough moving space. ഇനി അവിടെ എക്സ്റേ മെഷീൻസ് എവിടെ സ്ഥാപിച്ചിരിക്കണം? ആ ഒരു റൂമിന്റെ കോർണറിൽ അല്ലെങ്കിൽ മൂലയിലായിട്ടായിരിക്കണം എക്സ്റേ മെഷീൻസ് സ്ഥാപിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള അവിടെ വരുന്ന ടെക്നീഷ്യൻസിന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള മൂവിംഗ് സ്പേസ് അല്ലെങ്കിൽ നടക്കാനായിട്ട് സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ മെഷീൻസ് ഒക്കെ നമ്മൾ ആ ഒരു റൂമിന്റെ കോർണറിലായിട്ട് സ്ഥാപിക്കുന്നത്.
Next, the flooring should be able to support a lot of heavy machines, particularly if the lab is built on the top floors. ഇപ്പൊ ലാബ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വെക്കേണ്ടത് പറഞ്ഞു. ഇനി ഒരു ടോപ്പ് ഫ്ലോറിസിലാണ് ഈ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താവണം, അവിടെ ആ ഒരു ഹെവി ലോഡഡ് മെഷീൻസ് അല്ലെ CTMR പോലെയുള്ളവ, ആ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിംഗ് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയായിരുന്നു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ പറഞ്ഞത്? 1 മീറ്റർ പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകത്തേക്ക് മാറിയായിരിക്കണം റേഡിയോളജി റൂമുകൾ സ്ഥാപിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞ എന്താ, വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? ആ നിയർ ബൈ ഏരിയയിലോട്ട് എന്താണ് റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഡിയേഷൻസ് കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്നത്. മൂന്നാമത് പറഞ്ഞ എന്താ, അവിടുത്തെ വാൾസും ഡോർസും ഒക്കെ വാഷബിൾ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പെയിന്റുകൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിരിക്കണം. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയിൽ BARCയുടെ പ്രകാരം അവിടുത്തെ വാൾസ്, റേഡിയോളജി വാൾസ് എങ്ങനെയായിരിക്കണം? റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് 9 inches thick ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസും അതല്ലാന്നുണ്ടെങ്കിലോ 14 inches thick ഉള്ള ബ്രിക്ക് മേസണറി വാൾസും ആയിരിക്കും. എവിടത്തെ എന്ന് പറയുന്നത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയിൽ അല്ലെങ്കിൽ BARCയുടെ റേഡിയോളജി റൂമുകളുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഫർണിച്ചേഴ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതുപോലെ വെന്റിലേഷൻസ് കൊടുക്കണം. ലോക്കൽ എക്സോസ്റ്റുകൾ, അതാണ് ഫ്യൂംപുട്സ് എന്ന് പറയുന്നത്. ലോക്കൽ എക്സോസ്റ്റുകൾ പോലെയുള്ള പൊടികളും അതുപോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്താണ് പുകയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ടോപ്പ് ഫ്ലോർസിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫ്ലോറിംഗിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം. എന്താണ്, ഹെവി ലോഡഡ് മെഷീൻസ് ആണുള്ളത്. അപ്പൊ ആ ഫ്ലോറിംഗ് എപ്പോഴും അതിനനുസരിച്ച് നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം വേണ്ടത്. പിന്നെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വെന്റിലേഷൻ ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ വെന്റിലേഷൻ എക്സോസ്റ്റ് പോലെയുള്ള ലോക്കൽ വെന്റിലേഷൻ ഡിവൈസുകൾ, ലോക്കൽ എക്സോസ്റ്റുകളാണ് കേട്ടോ. ലോക്കൽ എക്സോസ്റ്റുകൾ വെന്റിലേഷൻ ഡിവൈസ് ആണ്. ക്ലിയർ ആയോ എന്ന് പഠിപ്പിച്ചതെല്ലാം? ഇത്രയും വരെയും ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക് ഏരിയ വരെയും ഒന്ന് എല്ലാവരും ചെന്ന് വീട്ടിലിരുന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരും ഇന്ന് രാവിലെ വന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുപോലെ ആവരുത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും നല്ലോണം പഠിച്ചു വന്ന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്, പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കും ഒന്ന് ബോധ്യപ്പെടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്കപ്പോ നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ നമുക്ക് ക്ലാസ് തുടങ്ങുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, Miss.